ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതാണോ? ഈ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ കേസിലെ അന്വേഷണത്തിൻ്റെ ഗതി. ജയിൽ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ചാടിയതിനു പിന്നിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ മടിക്കുകയാണ് സർക്കാർ. ജയിൽ ചാട്ടത്തിൻ്റെ പിറ്റേന്നു തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെ യോഗം വിളിച്ച് അന്വേഷണ സമിതിയെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ച തികഞ്ഞിട്ടും ഇത് സംബന്ധിച്ച ഉത്തരവോ എന്തെല്ലാം അന്വേഷിക്കണമെന്ന ടേംസ് ഓഫ് റെഫറൻസ് നിർദ്ദേശമോ നൽകിയിട്ടില്ല. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനം അന്നത്തെ യോഗത്തിൽ തന്നെ എടുത്തിരുന്നു. 2 ദിവസത്തിനകം ഇത് ഫയലാക്കി ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വരെ ഉത്തരവിറക്കിയിട്ടില്ല. ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ ആരും സഹായിച്ചില്ലെന്ന റിപ്പോർട്ടാണ് ജയിൽ DIG നൽകിയത്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണമില്ല. ആകെ പ്രഖ്യാപിച്ചത് 2 അംഗ സമിതിയുടെ അന്വേഷണമാണ്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സമിതിയിൽ അംഗങ്ങൾ. ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നോ എന്ന് കണ്ടെത്താൻ അന്വേഷണം എത്രയും വേഗം തുടങ്ങേണ്ടതുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ കാലതാമസം ഇടയാക്കും. വിവാദം അടങ്ങിയതോടെ അന്വേഷണം തിടുക്കത്തിൽ വേണ്ടതുണ്ടോ എന്ന ആലോചനയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.